ഹലോ ഗൈസ്, ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ ITA സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് തൊട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന, അതായത് യാതൊരു പരീക്ഷയോ ഇന്റർവ്യൂയോ ഫിസിക്കലോ ഇല്ലാതെ 1500-ലധികം വേക്കൻസിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും കൂടെ ഇപ്പോൾ റെയിൽവേ വിളിച്ചിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ റെയിൽവേയുടെ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലേക്ക് അപ്രന്റീഷിപ്പ് വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ വിൻഡോസ് 26/8/2026 തൊട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 15/9/2026 വരെയാണ്. സോ ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ 1599ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അണ്ടറിൽ വിളിച്ചിട്ടുള്ളത്. സോ ഇതുപോലുള്ള സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, അതായത് RRB, SSC അല്ലെങ്കിൽ PSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും അടങ്ങിയിട്ടുള്ള PDF സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പിന്റെ ലിങ്ക് ടാഗ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ PDF സ്റ്റഡി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള പ്രോപ്പർ ഗൈഡൻസ് നമ്മുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതുകൂടാതെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും PWD കാൻഡിഡേറ്റ്സിന് 10 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ്. അതും മിനിമം 50% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് റിലവന്റ് ട്രേഡിലുള്ള ITA സർട്ടിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ ടോട്ടൽ 25 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും അതുപോലെ തന്നെ ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ പത്തോളജി പോസ്റ്റിലേക്ക് മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ 12ാം ക്ലാസ്സിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് സബ്ജക്ട് പഠിച്ചവർക്ക്, അതും മിനിമം 50% മാർക്കുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സോ ഇവിടെ ഈ ഒരു പോസ്റ്റിലേക്ക് ITA സർട്ടിഫിക്കേഷൻ നിർബന്ധമല്ല. സോ 10ാം ക്ലാസ് +2 ബയോ സയൻസ് പഠിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് SC/ST, PWD, വുമൺ കാൻഡിഡേറ്റ്സിന് യാതൊരു ആപ്ലിക്കേഷൻ ഫീസും പറയുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് യാതൊരു പരീക്ഷയോ ഇന്റർവ്യൂയോ ഫിസിക്കലോ ഇല്ലാതെ തികച്ചും 10ാം ക്ലാസിന്റെ മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരു പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കാറ്റഗറി വൈസ് ഉള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ടോട്ടൽ 1599ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 633, SC 251, ST 116, OBC 435, EWS 164, PWD 50, ESM കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 42. അങ്ങനെ ടോട്ടലാണ് 1599ഓളം വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDFന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.